പ്രൈസ് ദി ലോർഡ്. തിരുവചനവുമായി പ്രഭാതത്തിൽ വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിക പ്രഭാതത്തിൽ എൻ്റെ ഹൃദയത്തിൽ തന്ന വലിയൊരു ഹേവുതൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ വിഷമിക്കാനും പൊട്ടിത്തെറിക്കുവാനും ഭാരപ്പെടുവാനും അമിതമായി സന്തോഷിക്കുവാനും ഉയരുവാനും താഴുവാനും ഒന്നും പെട്ടെന്ന് സംഭവിക്കുന്ന വിഷയങ്ങളല്ല. അത് ഉയർച്ചയാകട്ടെ, താഴ്ചയാകട്ടെ, ആപത്താകട്ടെ, രോഗമാകട്ടെ, വൈഷമ്യങ്ങളാകട്ടെ, ഇല്ലായ്മകളാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇതൊന്നും പെട്ടെന്ന് സംഭവിച്ചതായ വിഷയങ്ങളൊന്നുമല്ല. സ്വർഗത്തിൽ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കണം എന്ന് എഴുതി വച്ചിരിക്കുന്നതായ, അല്ലെങ്കിൽ സ്വർഗം ഇട്ടിരിക്കുന്നതായ പദ്ധതികളാണ്. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയത് യാദൃച്ഛികമായി കണ്ടുമുട്ടിയതല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണയാൽ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയതല്ല. ദൈവമക്കളാകുവാൻ നമുക്ക് അധികാരം ലഭിച്ചത്, ഭാഗ്യം ലഭിച്ചത് തികച്ചും യാദൃച്ഛികമല്ല പ്രിയരെ. അത് സ്വർഗം നമ്മെ, അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ കണ്ടതുകൊണ്ടാണ്. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നീ എന്നെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. യെരമ്യാവ് പറയുന്നത്, എൻ്റെ അമ്മയുടെ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് നീ എന്നെ മെനഞ്ഞു, അവിടെ വെച്ച് നീ എന്നെ സൃഷ്ടിച്ചു എന്നൊക്കെ അത്ഭുതകരമായ ഭാഷകളും കോഡുകളുമൊക്കെ പരിശുദ്ധാത്മപൂർണരായി പിതാക്കന്മാരും അപ്പോസ്തലന്മാരും നമ്മുടെ മുൻപിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. നമ്മൾ കാണുന്നതൊന്നും യാദൃച്ഛികമായി നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതല്ല. സ്വർഗം നമ്മെക്കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നിറപടിയായി സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? വിശുദ്ധ മത്തായി സുവിശേഷം, അതായത് പുതിയ നിയമത്തിൻ്റെ ആദ്യ പുസ്തകമായ മത്തായിയുടെ സുവിശേഷം എഴുതുവാൻ താൻ ആരംഭിച്ചപ്പോൾ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് താൻ എഴുതി തുടങ്ങിയാണ്. ചരിത്രം ഇങ്ങോട്ട് വരുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ളതായ ആ കാര്യങ്ങളൊക്കെ എഴുതി വന്നതിന് ശേഷം യോസേഫിനെ കുറിച്ച് താൻ രേഖപ്പെടുത്തുന്നത് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആശ്ചര്യം തോന്നി. കാരണം യോസേഫ് എങ്ങനെയെങ്കിലും ഈ മറിയെ അങ്ങ് ഉപേക്ഷിക്കണം. അവൻ്റെ അറിവോടുകൂടിയുള്ളതായ ഒരു സന്തതിയെ അല്ല അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. ഗർഭിണിയായ ഒരു ഭാര്യയെ എങ്ങനെ വിവാഹം കഴിക്കാൻ കഴിയും എന്നൊക്കെ ഓർത്തൊരു പൗരുഷത്തിൻ്റെ വേദന. താൻ ഒരു പുരുഷനാണ്. ആ പുരുഷത്വം തൻ്റെ ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയും അമർഷതയും നാണം കേടും മാനസിക സമ്മർദ്ദം തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. നമുക്കറിയാം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഗർഭിണിയായ അന്യൻ്റെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഒരു കുഞ്ഞുള്ള ഒരു സ്ത്രീയുമായിട്ട് നമുക്കൊരു പക്ഷെങ്കിൽ സ്നേഹത്തിലെത്തേക്കാം. പക്ഷെങ്കിൽ അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ അവളെയും കൊണ്ട് നടക്കുക, വിവാഹം കഴിക്കുക, മണ്ഡപത്തിൽ പോയി അവൾക്കൊരു താലി ചാർത്തുക, അല്ലെങ്കിൽ ആലയത്തിൽ പോയി അവളോട് കൈപിടിച്ചൊരു സംബന്ധം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നടക്കുകയില്ല. അസാധ്യമായ കാര്യമാണ്. അവളെ ഉപേക്ഷിക്കണമെന്ന് അവൻ വിചാരിച്ചു. പരിശുദ്ധാത്മാവ് അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, യോസേഫേ, നീ അങ്ങനെ ചെയ്യരുത്. ഗർഭിണിയായ നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ നീ പ്രയാസപ്പെടേണ്ട. കാരണം നീ വിചാരിക്കുന്നത് പോലെയല്ല, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മ സന്തതിയാണ്. പരിശുദ്ധാത്മാവ് അവളിൽ നിഴലിട്ടതിനാൽ അവൾ ഗർഭിണിയായിരിക്കുകയാണ്. അവൾ പ്രസവിക്കുന്ന സന്തതി അവരുടെ ജനത്തെ, അല്ലെങ്കിൽ അവൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ ജനിക്കുമ്പോൾ ആ മകന് നീ പേരിടേണ്ടത് യേശു എന്ന് പേരിടണം. അതൊരു പുത്തൻ അറിവാണ്. യോസേഫിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമെങ്കിലും പരിശുദ്ധാത്മാവ് പറഞ്ഞതല്ലേ, താൻ തത്വത്തിലങ്ങ് അംഗീകരിച്ചു. മനസ്സിൽ വലിയ യുദ്ധം, മനസ്സിൽ വളരെ ഭാരം. വീട്ടുകാരോട് എന്തു പറയും? ഈ പരിശുദ്ധാത്മാവ് ഇവരോട് കേൾക്കല്ലോ പറയുന്നത്, തന്നോട് മാത്രമല്ലേ സംസാരിച്ചതിന് എന്ത് തെളിവ്? ഒന്നുമില്ലാതെ ഒരു പൊട്ടനെ പോലെ യോസേഫ് വളരെ ഭാരപ്പെട്ട് നടക്കുന്നതായ സമയം. ദൈവത്തിന് സ്തോത്രം. അത് ആ കുട്ടി ജനിച്ചതിന് ശേഷമോ ഇതെല്ലാം ഉൾക്കൊണ്ട് ജനിച്ചപ്പോൾ മുതൽ പ്രയാസം. അതിനെ കിടത്തുവാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ പശുത്തൊട്ടിയിൽ കിടത്തേണ്ടതായ ഒരു ദുരവസ്ഥ. ജനിച്ചതിന് ശേഷം ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന വരുന്നു, ശിശുക്കളെയെല്ലാം സംഹരിക്കുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും യോസേഫിനോട്
അപ്പോഴും അവൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരം. ഈ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായ ഈ സന്തതിയെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും ഈ പരിശുദ്ധാത്മാവിന് ശക്തിയില്ലേ? ചോദ്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വരികയാണ്. പക്ഷെങ്കിൽ സംഭവ ബഹുലമായ ദിവസങ്ങൾ കടന്നുപോയി. പരിശുദ്ധാത്മാവ് അവനോട് സമയത്തിന് സമയം കൊടുക്കുന്ന ആജ്ഞകളെ അനുസരിക്കുവാൻ അവൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് വശീകരിച്ചു. കാരണം പദ്ധതി സ്വർഗത്തിലിട്ടിരിക്കുന്ന പദ്ധതിയാണ്. അത് നടപ്പാകുക തന്നെ വേണം. ദൈവത്തിന് സ്തോത്രം. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപ അവനോടുകൂടെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ യോസേഫും മറിയയും എന്തൊക്കെയോ കാഴ്ച കാണുകയാണ്. ഇങ്ങനെ ഒരു പ്രവചനം യെശയ്യാ പ്രവചനത്തിൽ ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ല, ശിഷ്യന്മാർക്ക് പോലും അറിയില്ല. പക്ഷെങ്കിൽ അത് എഴുതുവാൻ തുടങ്ങിയപ്പോഴാണ് വിശുദ്ധ മത്തായിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത്. കാണോ, നീ എഴുതി തുടങ്ങുന്നതായ കാര്യങ്ങൾ ഇന്ന വിഷയത്തിലേക്കുള്ള യാത്രയാണ്. അതാണ് മത്തായി എഴുതിയത്. കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും സംഭവിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് മത്തായിക്ക് വെളിപ്പെട്ടു. ശിഷ്യന്മാർ കർത്താവിനോടുകൂടെ നടക്കുമ്പോഴൊന്നും ഈ കാര്യമൊന്നും അറിയത്തില്ല. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ പോയ പോലെ വരും, അങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഇടയ്ക്കിടയ്ക്ക് പത്രോസ് ചോദിക്കും, നീ എങ്ങോട്ട് പോവുകയാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പോകുന്നിടോ അറിയത്തില്ല, വരുന്നിടോ അറിയത്തില്ല, ഒരു ലക്കും ലഗാനുമില്ല. ശിഷ്യന്മാർക്ക് വീണ്ടും സംശയം, ഇവൻ വീണ്ടും തിരികെ വന്ന് ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കുവാനാണോ എന്നുള്ളതായ ഒരു ചിന്ത അവരെ ഭരിച്ചിരുന്നിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവർ ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് ഒരു പ്രാവശ്യം പോലും വീട്ടിൽ വരല്ലേ, അവൻ പോകുന്ന പോലെ അങ്ങ് പോകട്ടെന്ന് യോസേഫും മറ്റ് കുഞ്ഞുങ്ങളും ഒക്കെ ചിന്തിച്ച് കാണും. കാരണം വന്നാൽ വീട്ടിലും ഉപദ്രവം, പിടിക്കാൻ പട്ടാളക്കാർ വീട്ടിൽ വന്നെങ്കിലോ. നാട്ടിലെങ്ങും സ്വസ്ഥതയില്ല. യേശു നിമിത്തം അസ്വസ്ഥത വീട്ടിലെങ്ങ് പടരുകയാണ്, നാട്ടിലൊക്കെ പടരുകയാണ്. തൻ്റെ കൂടെ നടക്കുന്നവർക്കും സ്വസ്ഥതയും സമാധാനവും ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ യഥാർത്ഥ രൂപം കർത്താവ് വെളിപ്പെടുത്തി. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അധികാരത്തിൻ്റെ വാക്ക്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അത് പൂർത്തിയായാൽ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആ സ്ഥലത്തിൻ്റെ പൂർത്തീകരണത്തോടുകൂടി ഐ വിൽ കം ബാക്ക്, ഞാൻ തിരികെ വരും, ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. ഇതൊക്കെ കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കൂടൊരു വാൾ. ഇവൻ നമ്മോടുകൂടെ സംസാരിച്ചപ്പോൾ ഇവന്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയില്ലേ? നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു തീയാളി കത്തിയില്ലെന്ന് അവർക്ക് സംശയം ഉണ്ടാകുവാൻ തുടങ്ങി. ഈ പ്രസ്തുത വിവരം വിശുദ്ധ മത്തായി എഴുതി തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരികയാണ്. നീ എഴുതുന്ന കാര്യം പ്രവാചകൻ മുഖാന്തരം പണ്ട് അരുളി ചെയ്ത സംഭവത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള യാത്രയാണ്. എന്താണെന്നറിയാമോ? കന്യകഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അതിനുശേഷം ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കും. നോക്കിയപ്പോൾ ഇമ്മാനുവേൽ എന്നുള്ള പേർ വിളിച്ചില്ലല്ലോ. മത്തായിക്കൊരു സംശയം. യോഹന്നാൻ ലേഖനം എഴുതി തൻ്റെ വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോൾ അപ്പോഴാണ് ഇമ്മാനുവേലിൻ്റെ വെളിപ്പാടിനെ കുറിച്ചുള്ള ഒരു സന്ദേശം. ഇതാ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, സംശയങ്ങളുടെ നിഴലിൽ ആർത്തിയോടെ കാത്തുകൊണ്ടിരുന്നതായ വിശുദ്ധന്മാരുടെ അറിവിലേക്ക് അവരുടെ ശ്രദ്ധയെല്ലാം ആകർഷിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിനും സർവ്വലോകത്തിലും കാത്തിരിക്കുന്നതായ ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ അറിവിന് വേണ്ടി പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ഒരു സ്വരം, ഇതാ അവരെ കാണിച്ചുകൊണ്ട്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിലുള്ള ഇമ്മാനുവേൽ, പ്രത്യക്ഷപ്പെടുന്നതായ തേജസ്സിൻ്റെ പ്രഭാവത്തിൻ്റെ ദൂത് സന്ദേശം യോഹന്നാൻ എഴുതി തീർത്തപ്പോൾ, ചുരുക്കം പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിൽ തുടങ്ങുന്നതായ സുവിശേഷം വെളിപ്പാട് പുസ്തകത്തിൽ 20 ഈ പ്രസ്താവനയോടുകൂടിയാണ് സ്വർഗം ഇതിനെ വെളിപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥമായ ഇമ്മാനുവേലിൻ്റെ പ്രഭാവം ലോകം കാണുന്നത്, കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാം പറഞ്ഞു വന്നതിൻ്റെയും ചിന്തിച്ചതിൻ്റെയും ഒക്കെ സാരം, നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നാം കടന്നു വന്ന രക്ഷയെക്കുറിച്ച് നമുക്ക് ധാരാളം ചോദ്യങ്ങളുണ്ട്. നാം അനുഭവിക്കുന്നതായ കഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് ധാരാളം സംശയങ്ങളുണ്ട്. നാം വിശ്വസിക്കുന്ന കർത്താവിനെ കുറിച്ചുള്ളതായ പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. തൻ്റെ ദൈവികത്വത്തെക്കുറിച്ചുള്ളതായ അനേക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുന്നു.
തന്നെ പിൻഗമിക്കുന്നവരും തന്നെ വിശ്വസിക്കുന്നവരും കൂടുതൽ കൂടുതൽ കഷ്ടങ്ങളിലും ദുരിതങ്ങളിലും അനേകം പ്രശ്നങ്ങളിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടതായ ഒരു ഗതികേടിനെ കുറിച്ച് നമുക്ക് തന്നെ നമ്മുടെ ഹൃദയത്തിൽ വലിയ ചഞ്ചലിപ്പ്. എന്നാൽ അതിനെ മനസ്സിലാക്കിയ ശിഷ്യന്മാർ വാളാൽ അറക്കപ്പെടുന്നതിനും ശിരച്ഛേദനത്തിനും അവർ ഏത് രീതിയിലും കൊല്ലപ്പെട്ടിരുന്നാലും ശരി, അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കുന്നതാ? കഷ്ടമോ സങ്കടമോ ദുഃഖമോ ഇല്ലായ്മയോ പട്ടിണിയോ ദാരിദ്ര്യമോ എന്ത് വന്നിരുന്നാലും ഒരു ശക്തിക്കും ഈ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ സാധ്യമല്ല. കാരണം പൗലോസിന്റെ ഹൃദയത്തിൽ ഇമ്മാനുവേലിലേക്കുള്ളതായ ദർശനം അവൻ കാണുകയുണ്ടായി. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്നുള്ള യഥാർത്ഥമായ അർത്ഥശാസ്ത്രത്തിൽ മനുഷ്യനോടുകൂടെ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ബോധം പൗലോസിൽ കടന്നു വന്നു, ശിഷ്യന്മാരിൽ കടന്നു വന്നു. അവരുടെ കഷ്ടങ്ങളെ അവർ മറന്നു. എന്ത് വന്നിരുന്നാലും ഈ രക്ഷകന് വേണ്ടി നിലനിൽക്കുവാനുള്ള ഒരു ബോധ്യം അവരുടെ ഹൃദയത്തിൽ വന്നു. മത്തായി എഴുതുകയാണ്, ഓഹോ, പ്രവാചകൻ മുഖാന്തരം കർത്താവ് അരുളി ചെയ്തതായ വചനങ്ങൾ നിവൃത്തിയാകുവാനായിരുന്നു ഈ കുട്ടി ജനിച്ചത്, യേശു ജനിച്ചത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇവൻ ഇമ്മാനുവേലായി പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന നാളുകൾ, ദൈവത്തോടുകൂടെ വസിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിക്കുന്ന നാളുകൾ, ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം പ്രകാശം കൊടുക്കാതെ മങ്ങിപ്പോകുന്ന സമയത്ത് സകലർക്കും വെളിച്ചമായി, ലോകത്തിന്റെ വെളിച്ചമായി യഥാർത്ഥമായ വെളിച്ചം, സത്യ വെളിച്ചം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നു എന്നുള്ളതായ ഒരാശയം മത്തായിയുടെ ഹൃദയത്തിൽ കടന്നു വന്നു. അവൻ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും നിവൃത്തിയാക്കുവാൻ തക്കവണ്ണം ഇതൊക്കെയും സംഭവിച്ചു. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഒരു സന്ദേശം, നിന്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ ദൈവം നിന്നെക്കുറിച്ചിട്ടിരിക്കുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും നയിക്കുന്ന നായക ആ യാത്രയിലാണ്. നീ വിചാരിക്കുന്നത് പോലെ നിന്റെ പ്രശ്നങ്ങളുടെ മുൻപിൽ കലങ്ങുവാനല്ല, നിന്റെ കഷ്ടങ്ങളുടെ മുൻപിൽ നീ വ്യാകുലപ്പെടുവാനല്ല, നിന്റെ ഇല്ലായ്മയുടെയും നിന്റെ ദൂഷണത്തിൻ്റെയും മുൻപിൽ നീ തകർക്കപ്പെടുന്നതിനല്ല. നിനക്ക് ഉപദ്രവങ്ങൾ ഉണ്ടെന്നും കഷ്ടതയുണ്ടെന്നും പരീക്ഷണങ്ങൾ ഉണ്ടെന്നും ഒക്കെ സർവശക്തൻ അറിയാം. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. തിമോഥെയോസിനോട് പറയണം, മോനെ തിമോഥെയോസേ, ഞാൻ ഒന്നറിയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. എപ്പോഴാണ് ഇത് എഴുതുന്നറിയാമോ? ശിരച്ഛേദനം ചെയ്യുന്നതിന് വേണ്ടി റോമിൽ കിടന്ന് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതുന്ന എഴുത്താണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു, അവൻ എനിക്കത് തരും. അവൻ ഇമ്മാനുവേലായി വെളിപ്പെടുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവനെ യേശു ക്രിസ്തു എന്നൊക്കെ വിളിച്ചാണ് ഞാൻ പരിചയപ്പെട്ടത്. പക്ഷെങ്കിൽ അവനിലെ ഇമ്മാനുവേൽ എന്ന വ്യക്തിപ്രഭാവം ഞാൻ കാണുന്നു. എൻ്റെ ദൃഷ്ടി കൊണ്ട് അതെന്നെ പ്രകാശിപ്പിക്കും. ഞാൻ അവനോടുകൂടെ വസിക്കുന്ന ഒരു ദിവസമുണ്ട്. ദിസ് ഈസ് കോൾഡ് റിയലി ക്രിസ്ത്യാനിറ്റി. ഇതാണ് ക്രിസ്തീയ തത്വം. മനുഷ്യനും ദൈവവും തമ്മിൽ ഒത്തുചേർന്ന് വസിക്കുന്ന ഒരു കാലത്തിലേക്കുള്ള യാത്ര. അതാണ് ഈ യാത്രയുടെ പ്രധാന തത്വം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. യാദൃച്ഛ്യമായി വിളിക്കപ്പെട്ടതല്ല. ഏതെങ്കിലും ആരുടെയെങ്കിലും പ്രലോഭനം കൊണ്ട് നീ കർത്താവിൽ വന്നവനല്ല. ആരെങ്കിലും നിന്നെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്നതല്ല, നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല, സമ്മാനങ്ങളും പാരിതോഷികവും തന്നു നിന്നെ ആകർഷിച്ചതല്ല. ദൈവസ്നേഹത്തിന്റെ ആകർഷണം ലോകസ്ഥാപനത്തിന് മുൻപേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ആയിരിക്കുന്നതിന് മുൻപേ നിന്നെ മെടഞ്ഞവൻ നിന്നെ വിളിച്ചു, നിന്നെ കണ്ടു. നീ കണ്ടുപോകും, നീ കടന്നു പോകേണ്ടതായ പാതകളെ കുറിച്ചുള്ളതായ വലിയൊരു ഡയഗ്രാം, ഒരു ഡേറ്റ സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ദിവസവും നടക്കുന്നത്. ധൈര്യത്തോടെ ഇരുന്നാൽ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ, ആ കർത്താവിനെ കാണുവാൻ, ആ ഇമ്മാനുവേലിനെ കാണുവാൻ, അവനോടുകൂടിയുള്ള ഒരു വാസം നിനക്കും സാധ്യമാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് നിന്നെ സ്നേഹിച്ചത്, അതിനുവേണ്ടിയാണ് വിളിച്ചത്, അതിനുവേണ്ടിയാണ് നിന്റെ മുൻപിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പരീക്ഷകളും ഒക്കെ വരുന്നത്. ഭാരപ്പെടേണ്ട, അവൻ നിന്നോടുകൂടിയുണ്ട്. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തിന്റെ കൃപ അവനോട് കൂടെ ഉണ്ടാക്കിയപ്പോൾ അവൻ സ്വർഗത്തിൽ എടുക്കപ്പെടുന്നിടം വരെ ആ കൃപയാൽ അവൻ ഭരിക്കപ്പെട്ടു. അവൻ പോയതുപോലെ തിരികെ വരും. ആ തിരിച്ചു വരവനെ കാണുവാനുള്ള ഒരു ഭാഗ്യം നമുക്കും ഈ പ്രഭാതത്തിൽ കർത്താവ് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. God bless you.